കണ്ട പേടിച്ചെല്ലാം ഞാൻ പുറത്തു വന്ന് പിന്നെ ഇനി ചോരങ്ങനെ വന്നിട്ട് നിന്നെക്കാട്ടി മുമ്പ് എന്നെ കൊണ്ടുപോകാൻ വേദനിക്കുമോ? ഒരു പട്ടി അടിക്കണ വേന ഉണ്ടാകത്തുള്ളൂ. പട്ടി അടിക്കുന്ന വേന, ഉറുമ്പടിക്കുന്ന വേനയല്ലേ? അതില്ലേ ഞാൻ പറഞ്ഞില്ലേ പട്ടി അടിക്കണ വേന ഉണ്ടാവുള്ളൂ. എന്താന്നറിയില്ല, ഞാൻ കൊത്തുന്ന എല്ലാവർക്കും ഇങ്ങനെയാ. ആ രോഗിയുടെ കൈ നോക്കേ. 28ാമത്തെ വയസ്സിൽ മാംഗല്യ സുഖേട്, പിന്നെ 31ാമത്തെ വയസ്സിൽ 2 പിള്ളേര്. നിനക്ക് ഇതല്ല വേണ്ടല്ലോ, ഒരു തത്തയും കൂടി കയ്യിലെ പൾസം കൊണ്ട് നോക്ക്. അതെ 506 രോഗി പോകാൻ വന്നോ? അയ്യോ, അത് ബോധം പോയതായിരുന്നാ? ഞാൻ മരിച്ചെന്നെഴുതി പോസ്റ്റ്മോർട്ടം എഴുതി വിട്ട്. അതെങ്ങനെ ഒരാൾ മരിച്ചെന്നൊക്കെ സ്ഥിരീകരിക്കുന്നത്? അയാൾക്ക് പൾസില്ലായിരുന്നു, കണ്ണടഞ്ഞിരിക്കായിരുന്നു. രോഗിയുടെ എന്റെ ഡോക്ടറെ ഇന്നലെ അർജന്റീന കളി അറിഞ്ഞോളൂ, പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അല്ല രോഗിയോ? അത് അറ്റൻഡർ മോർച്ചറി കൊണ്ടേക്കാം. അറ്റൻഡർ, എന്റെ അമ്മേ അറ്റൻഡർ. അല്ല ഇയാൾക്ക് എന്താ അസുഖം? അയ്യോ എനിക്ക് അസുഖമൊന്നും ഇല്ല, ഇതെന്റെ ചങ്കത്തിയാ. അപ്പൊ ഇവക്ക് ഇഞ്ചക്ഷൻ പഠിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കിടന്നു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കിടന്നു കൊടുത്തേ. സത്യം പറഞ്ഞാല് എന്റെ അനിയത്തിക്ക് അബ്രോഡ് നേഴ്സിംഗ് പഠിക്കാൻ ഏത് യൂണിവേഴ്സിറ്റി നല്ലതെന്ന് ചോദിക്കാൻ വേണ്ടി വന്ന് എന്നെ പിടിച്ചിവിടെ കിടത്തി. അയ്യോ ഇവള് പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ നോക്കല്ലേ. അതിന് കൊല്ലത്ത് തന്നെ സ്റ്റഡി അബ്രോഡിന്റെ ലാർജസ്റ്റ് ഡെലിഗേറ്റ് മീറ്റ് ഈ വരുന്ന ജൂൺ 27 രാവിലെ 10 മണിക്ക് കടപ്പാക്കട മെഡ് സിറ്റി സ്റ്റഡി അബ്രോഡ് വെച്ച് നടക്കുന്നുണ്ട്. USA, മാൾട്ട, ജർമ്മനി, ഓസ്ട്രിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ദുബായ് തുടങ്ങിയ എല്ലാ കൺട്രിയിലേക്ക് പോകാനുള്ള സപ്പോർട്ട്. ഫ്രീ കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ട്. 100% സ്കോളർഷിപ്പോടുകൂടി എങ്ങനെ പഠിക്കാം, സ്റ്റൈഫൻ കിട്ടി എങ്ങനെ പഠിക്കാം, നഴ്സിംഗ് അബ്രോഡ് എങ്ങനെ പഠിക്കാം. അവരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേഴ്സ് ICU, ഡോക്ടർ പെണ്ണ ICUലോട്ട് പോകാൻ.